ഒരു കഥയുണ്ട്. ഇറ്റലിയിലെ മെഡീസി കുടുംബത്തിന്റെ കഥ. പരമ്പരാഗതമായി അവർ കമ്പിളി വിൽപ്പനക്കാരായിരുന്നു. ഇറ്റലിയെ മൂടി നിൽക്കുന്ന മഞ്ഞിൽ കമ്പിളിക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. 1-2 മഞ്ഞുകാലം കഴിയുമ്പോഴേക്കും മെഡീസി കുടുംബം അത്യാവശ്യം സമ്പന്നരാകുന്നു. ഈ പണം കൊണ്ട് എന്ത് ബിസിനസ് ചെയ്യാമെന്ന ചിന്തയിൽ നിന്നവർ ബാങ്ക് തുടങ്ങാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു. അന്നത്തെ യൂറോപ്പിനെയും വിശേഷിയ ഇറ്റലിയെയും ഭരിച്ചതും നിയന്ത്രിച്ചതും പേപ്പൽ ചർച്ചായിരുന്നു. അതുകൊണ്ട് പോപ്പും അടുപ്പക്കാരുമായി വൈകാതെ മെഡീസി കുടുംബം അടുപ്പത്തിലാവുന്നു. ഇതുണ്ടാക്കിയ മാറ്റം വളരെ പെട്ടെന്നായിരുന്നു. ഭരണം കൈയാളുന്നവരുടെ ഒപ്പം കൂടി ആ കച്ചവടക്കാർ എളുപ്പം ബിസിനസ് വർദ്ധിപ്പിക്കുന്നു. പോപ്പിന്റെ പരിചയക്കാരൻ എന്ന മുദ്രയോടെ അവർ അറിയപ്പെടുന്ന ധനികരാകുന്നു. ക്രോണി ക്യാപിറ്റലിസത്തിന്റെ ആദ്യ രൂപങ്ങളിൽ ഒന്നായി പരിഗണിക്കാവുന്ന ഈ ചരിത്രത്തിന്റെ പല മാതിരി വകഭേദങ്ങൾ ലോകമാകെ പലപ്പോഴായി ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നൊരു സംഭവമുണ്ട്. ഇപ്പോഴും സംശയത്തിന്റെ മുൾമുനയിലേക്ക് ഒരു പറ്റം സാധാരണക്കാരെ കൂപ്പുകുത്തിച്ച സംഭവം. 1991 നോക്കത്താ ദൂരത്തോളം പരന്ന ദളവ മരുഭൂമിയിൽ നിന്നും ഉപ്പളങ്ങളിൽ നിന്ന് ഇന്ത്യ കണ്ട ശതകോടീശ്വരന്റെ കസേരയിലേക്ക് ഗൗതം അദാനി നടന്നു കയറിയ കഥ. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയതു മുതൽ ഇങ്ങോട്ട് പ്രധാനമന്ത്രിയായിട്ടും മോദി ആ വ്യവസായ ഭീമനെ കൂടപ്പിറപ്പിന്റെ സ്നേഹം നൽകി പോറ്റുന്ന അപൂർവവും നിന്ദ്യവുമായ രാഷ്ട്രീയ സമസ്യ. മോദി അധികാര കസേരയിലിരിക്കുമ്പോഴെല്ലാം വലുതും ചെറുതുമായ അക്ഷരങ്ങളിൽ ഗൗതം അദാനിയുടെ പേരച്ചടിച്ചു വന്നിട്ടുണ്ട്. അടുത്ത കാലങ്ങളിൽ അതെല്ലാം 1-ാം പേജിലാണെന്ന് മാത്രം. അടുത്തിടെ അദാനിയുടെ പേരിൽ മഷി പുരളുന്നത് LIC നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ പത്രക്കുറിപ്പിലാണ്. ഇന്ത്യയിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും സ്വരുക്കൂട്ടി വെക്കുന്ന തൊട്ടുനാണയങ്ങൾ ഉൾക്കൊള്ളുന്ന LICയുടെ നിക്ഷേപങ്ങളിൽ 3.5 ലക്ഷം കോടി അദാനിക്ക് കേന്ദ്രം നൽകിയെന്നായിരുന്നു ആ വാർത്ത. അദാനി സത്യത്തിൽ നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇതിനോടകം പല ലോക സാമ്പത്തിക മാസികകളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നാണ് സംഭവത്തിന് ആധാരമായ അടി അദാനിക്ക് ലഭിച്ചത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കൈക്കൂലി തട്ടിപ്പ് കേസുകളിൽ അദാനി അമേരിക്കയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നിയമക്കുരുക്ക് ഊരിയെടുക്കാൻ കോടികൾ ചിലവിട്ട് മുതലാളി ഒന്നൊന്നര ടൈറ്റായി. കുറച്ചു കോടികൾ ലോൺ എടുത്ത് പരിഹരിക്കാമെന്ന് കരുതി പഴയ സ്നേഹിതന്മാരായ അമേരിക്കയെയും യൂറോപ്പിലെയും ബാങ്കുകളെ സമീപിച്ചു. അവർ കൈമലർത്തി. ഇതോടെ അദാനി പെട്ടു. മറ്റു വഴിയില്ലാതായപ്പോൾ ഗോഡ്ഫാദർ മോദി LIC എന്നൊരാശയം മുന്നോട്ട് വെച്ചു. ഇതാണ് സംഭവങ്ങളുടെ രത്ന ചുരുക്കം. പക്ഷേ ഇതിന്റെ ഗൗരവം അത്ര ചെറുതല്ല. കോർപ്പറേറ്റ് വിദഗ്ധൻ ഹേമേന്ദ്ര ഹസാരി പറയുന്നത് അദാനിക്ക് അകമഴിഞ്ഞ പിന്തുണയാണ് മോദി സർക്കാർ നൽകുന്നതെന്നാണ്. അദാനിക്ക് ഒരു പ്രതിസന്ധി വന്നാൽ എന്തു ചെയ്യും? ഈ അഭിപ്രായമാണ് പല കോണിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. LICയുടെ അദാനി നിക്ഷേപം തന്നെ തെറ്റാണെന്നും അദാനി എന്നെങ്കിലും പൊളിഞ്ഞാൽ ഈ സാധാരണക്കാരുടെ പണത്തിന് ആര് സമാധാനം പറയുമെന്ന ആശങ്കയും പൊതുവെയുണ്ട്. സ്വതന്ത്ര സർക്കാർ സ്ഥാപനത്തിന്റെ അടിസ്ഥാന കടമ മറന്നുകൊണ്ടാണ് LIC ഈ കൊടും വെട്ടിപ്പിന് ചൂട് പിടിച്ചു കൊടുക്കുന്നത്. അദാനിക്കെതിരെ ഇതിനോടകം തന്നെ നിരവധി സാമ്പത്തിക കേസുകൾ അമേരിക്കയിൽ നിലനിൽക്കുന്നുണ്ട്. തെറ്റായ വിവരങ്ങൾ നൽകി അമേരിക്കക്കാരെ വഞ്ചിച്ചതടക്കം വലിയൊരു കേസും അവിടെയുണ്ട്. 2023 പുറത്തുവിട്ട ഹിൻഡൻബർഗ് റിപ്പോർട്ട് വിരൽ ചൂണ്ടിയ ഓഹരി കൃത്രിമമടക്കം വേറെയും കേസുകൾ അവിടെ തന്നെയുണ്ട്. ഇതിനിടയിൽ ഭരണതലത്തിൽ മോദിയെ ചൂണ്ടുന്ന ഒരു സംഭവം കൂടിയുണ്ടായി. അദാനി വിഷയത്തിൽ അമേരിക്കയിലെ വിവിധ സാമ്പത്തിക കമ്പനികൾ ഇന്ത്യയിലേക്ക് അയച്ച നിരവധി കത്തുകൾ മോദി സർക്കാർ പൂഴ്ത്തി. ഇതിനെതിരെ ആ കമ്പനികളും നിയമ പോരാട്ടത്തിലാണ്. മോദി ഷാ BJPയുടെ ഭാവിയിലേക്കുള്ള സാമ്പത്തിക നിക്ഷേപമാണ് അദാനി. ആ അദാനിയുടെ ഓരോ വീഴ്ചയ്ക്കും മോദി കൈക്കൊടുക്കുന്നത് സാധാരണക്കാരുടെ നിക്ഷേപമെടുത്താണ്. ചുരുക്കത്തിൽ രാജ്യത്തിന്റെ സമ്പത്തും രാജ്യത്തെ ജനങ്ങളുടെ സമ്പത്തും വേണ്ടി വന്നാൽ ജനങ്ങളെയും ഈ രാജ്യത്തെയും അദാനിക്ക് വേണ്ടി വിൽക്കാൻ ഒരു മടിയുമില്ലാത്ത കൂട്ടരാണ് മോദിയും സംഘവും എന്നർത്ഥം.